ഹായ്, എന്താ വിശേഷം? സുഖല്ലേ? ഇപ്പോൾ 2 ദിവസമായിട്ട് എനിക്ക് സ്ഥിരം വരുന്നൊരു മെസ്സേജ് ഉണ്ട്, എന്താ പുതിയ വീഡിയോ ഒന്നും കാണാത്ത എന്നുള്ളത്. സംഭവം മെസ്സേജിന് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. വേറെ ഒന്നുമല്ല, സംഭവം കുറച്ച് തിരക്കുണ്ട്. അതിൻ്റെ തിരക്ക് എന്താണ് എന്നൊക്കെ ഞാൻ പിന്നീട് ഇൻഷാല്ലാ പറയണ്ടേ. അത് കാരണമാണ് വീഡിയോ ചെയ്യാത്തത്. എന്തായാലും ഒരു 2 ദിവസം കൂടി പിന്നെ ഫ്രീ ആവും ഇൻഷാല്ലാ. പിന്നെ ഞാൻ വീഡിയോ ചെയ്യണ്ടേ. കുറേ ആളുകൾ ഇങ്ങനെ മെസ്സേജ് വഴി ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്തായാലും സുഖമല്ലേ എനിക്കൊക്കെ? ഞാൻ വരും. ഞാൻ എവിടെ പോകാനാണ്? ഞാൻ ചെറിയൊരു തിരക്കില്ല, പുറത്താണുള്ളത്. 1-2 കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ വീഡിയോയുടെയും യൂട്യൂബിൻ്റെ ഇടയിൽ കൂടെ നമ്മളെ ലൈഫിൻ്റെ കാര്യം കൂടി ഒന്ന് നോക്കണ്ടേ. അപ്പോൾ അതിൻ്റെ ഓരോ മണ്ടിപ്പാച്ചിലാണ്. ശരിയാവും. തിങ്കളാഴ്ചയ്ക്ക് ശേഷം എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വീഡിയോ ചെയ്യും. തിങ്കളാഴ്ച വരെ ചെറിയൊരു ടാസ്ക്കാണ്. എന്താ വെച്ചാൽ എനിക്കൊരു ഒഴിവ് കിട്ടുന്നില്ല. ഇപ്പം തന്നെ ഞാൻ കണ്ടോ പുറത്തിരുന്നിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒരാളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇട്ട വീഡിയോ ആണ്. പിന്നെ എന്തൊക്കെ ഇങ്ങനെയൊക്കെ പാട് റാത്ത് തന്നെയല്ല എല്ലാവർക്കും. വീഡിയോസുകൾ കുറേ ചെയ്യാണ്ട്. ഇപ്പോൾ ആശാശരത്തിൻ്റെ ഒരു ഷോർട്ട് ഫിലിമോ മൂവി എന്തോ ഇറങ്ങിയിരിക്കണു. പിന്നെ മകളുടെ കാമുകനായിട്ട് അമ്മയും പ്രണയം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വിവാദമായിക്കണല്ലോ വിഷയം. അപ്പം അതൊക്കെ എനിക്ക് കുറേ ആളുകൾ ലിങ്ക് ഇങ്ങനെ ഷെയർ ചെയ്യുന്നുണ്ട്, ഇതിനെക്കുറിച്ചൊന്ന് പ്രതികരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ആരൊക്കെ വന്നു കൊടുത്തില്ലേ, ഞാൻ നയൻതാരയുടെ മാതിരിയാണെന്നൊക്കെ പറഞ്ഞിട്ട് വേറെ ഏതോ ഒരു ചങ്ങായി വന്നിട്ടു. അപ്പോൾ അതിൻ്റെതും കുറേ വീഡിയോസുകൾ എനിക്ക് ഇങ്ങനെ മെസ്സേജ് വഴി വിട്ടാൻ നോക്കണു. ഇതൊന്ന് കണ്ടുവെക്കുന്നത് കണ്ടപ്പോൾ ഒക്കെ റിയാക്ഷൻ ചെയ്യാനുള്ള വീഡിയോ തന്നെയാണ്, റിയാക്ട് ചെയ്യണം എന്ന് വിചാരിച്ച വീഡിയോ തന്നെയാണ്. നമ്മളെ കാര്യങ്ങൾ ആദ്യം തീർത്തിട്ട് വേണമല്ലോ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാൻ. അതുകൊണ്ട് ആദ്യം എൻ്റെ ഒന്ന് തീർക്കട്ടെ. 2 ദിവസം കൂടി അങ്ങോട്ട് ക്ഷമിക്കും, എന്തായാലും സെറ്റാവും. ഈ ആശാശരത്തിൻ്റെത് ഭയങ്കര വൈറലായതാണ്. ഞാനതിൻ്റെ ചെറിയൊരു ഭാഗം കണ്ടു. അതിൻ്റെ സ്റ്റോറി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, മകളെ മറ്റേ കാമുകനെ അമ്മ കണ്ടുപിടിക്കുക. അങ്ങനെ അമ്മ വിളിക്കുകയാണ്, എന്തിനാണ് പിന്നെ എൻ്റെ മോളുടെ പുറകെ നടക്കണമെന്നൊക്കെ ചോദിച്ചിട്ട് അമ്മ വിളിക്കുകയാണ്. അങ്ങനെ അമ്മയും കാമുകനും പാടെ അങ്ങോട്ട് പ്രണയമാകുക. പ്രണയം മാത്രമല്ല, പിന്നെ ഓല് ഭയങ്കര എന്താ പറയുക, മകളേക്കാൾ അപ്പുറമാവും. ഇത് മകള് കണ്ടുപിടിച്ചിട്ട് അവസാനം പിന്നെ മകളെ കൊല്ലണ്ടിയൊക്കെ ഒരു ഇതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കൂടുതൽ ആശാസരത്തിന് വിമർശനങ്ങളാണ് കാര്യമായിട്ട് വരുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്ത് ഇതൊക്കെ നടക്കുന്നതാണ്. ചെറിയ മക്കളെ പോലും ആരൊക്കെ കാണിക്കണം എന്നുള്ളത് നമ്മൾ ദിനം മറ്റേ ന്യൂസ് ചാനലിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ന്യൂസാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇതൊന്നും അല്ല എങ്കിലും അതിനും എതിരഭിപ്രായമുള്ള ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട് എന്നുള്ളതിലാണ് ഈ വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ റീസണും അവരുടേതായ റീസണുകളൊക്കെ. എന്നാൽ അവരവരുടെ ചാനലിട്ടാൽ മതി. അതിനവർക്ക് ചാനലില്ല എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞത് ഇത് നിങ്ങൾക്കും പറയാം, ഞാൻ തന്നെ പറയണമെന്നൊന്നുമില്ല. നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടിയിട്ട് 2 ആളെന്ന് കാണുന്നേ ഉള്ളൂ വെച്ചെങ്കിൽ അത് ചിലപ്പോൾ 10 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 20 ആൾ കാണും. അങ്ങനെ ഇട്ടോ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയുന്ന മാതിരി എനിക്ക് പറയാൻ കഴിയൂല, അതുകൊണ്ട് നിങ്ങളിതൊന്ന് പറയുന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആളുകൾ എനിക്ക് മെസ്സേജ് കിട്ടിയിരുന്നു. അപ്പോൾ എന്തായാലും അങ്ങനെ വിട്ടോരുത്ത പറയണേ. ഞാൻ ഇൻബോക്സിൽ ഡയറക്റ്റ് റിപ്ലൈ കൊടുത്തിട്ടില്ല പലർക്കും, ചിലർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരോടൊക്കെ ഞാൻ പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളൊന്ന് ക്ഷമിക്കും, നമുക്ക് സെറ്റാക്കാം. 2 ദിവസം കൂടി വെയിറ്റ് ചെയ്യും. ഞാൻ എന്തായാലും ഒഴിവ് കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് ഇതിൽ വരാത്തതെന്നാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ വേറെ ഏതൊരു കാക്ക വന്നിക്കണു, ജാസിലമായത്തെ വേറൊരു കാക്കയും വന്നിക്കണു, ഞാൻ നയൻതാരയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ എൻ്റെ ഇൻബോക്സ് കിടക്കുന്നുണ്ട്. പിന്നെ ഓരോരുത്തർ വിട്ടുന്നത് നയൻതാര ആയാലും വേണ്ടില്ല, പഴുതാര ആയാലും വേണ്ടില്ല, എന്തായാലും റിയാക്ട് ചെയ്യണം. ഞാനും മനസ്സുകൊണ്ട് വിചാരിച്ചിരിക്കണു, വേറൊന്നും കൊണ്ടല്ല. സമൂഹത്തിന് തെറ്റായ എന്താ പറയുക സന്ദേശങ്ങൾ ഇങ്ങനെ ദിനം കൊടുത്തുകൊണ്ടിരിക്കുക ഓരോരുത്തർ. ഇപ്പം മറ്റേ ആ മജീദ് എന്ന് പറയുന്ന ചങ്ങായി, മജീദാക്ക, ഓനൊക്കെ ഇപ്പോൾ ചുരിദാറിട്ടുണ്ട് ഇറങ്ങിയിരിക്കണു. അപ്പോൾ ഓനയുടെയൊക്കെ പിന്നെ സഹിക്കട്ടോ. കുറേ ഒരു ചെരുങ്കോലവും വൃത്തിമേനൊക്കെ ഉണ്ട്. ഇതൊന്നും ഇല്ലാതെ ജാസിലമാതിരി ഞാൻ തന്നെയാണ് പടച്ചോനെന്നും പറഞ്ഞ് നടക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അപ്പം അങ്ങനത്തെ ഞാൻ എന്തായാലും നല്ല റിപ്ലൈ കൊടുക്കും, അതിൽ ഒരു സംശയമല്ല. ഇൻഷാ അല്ലാ ഒരു 2 ദിവസം കൂടി വെയിറ്റ് ചെയ്യും, നമുക്കൊക്കെ സെറ്റാക്കാം. അതുവരെ ഓല അങ്ങനെ കളിക്കട്ടെ. പിന്നെ എന്താ വിശേഷം? റാത്തല്ലേ എല്ലാവർക്കും? അങ്ങനെ പോട്ടെ എന്നാ, ഇൻഷാ അല്ലാ വരാം കേട്ടോ.